ഹരേ കൃഷ്ണ. ത്രിമധുരത്തിലെ എത്ര എത്ര കൃഷ്ണാനുഭവങ്ങളാണ് നിങ്ങൾ കേട്ടിരിക്കുന്നതല്ലേ. ഒരു കൃഷ്ണാനുഭവം കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആദ്യമായി പറയട്ടെ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്ത് കാണുക. ത്രിമധുരം ചാനലിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനൊരു ചെറിയ കൃഷ്ണഭക്തയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ എല്ലായ്പ്പോഴും എനിക്ക് ദുഃഖനിവൃത്തി തന്നിട്ടുണ്ട് ഭഗവാൻ. ഒരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ ജന്മാഷ്ടമി ദിവസം ഞാനും എൻ്റെ ഭർത്താവും കൂടി അടുത്തുള്ള അമ്പലത്തിൽ തൊഴാൻ പോയി. അമ്പലത്തിൽ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അയ്യപ്പനെ തൊഴുതിന് ശേഷം എൻ്റെ ഭർത്താവിനെയും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ഒരു 7-8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടി എൻ്റെ അടുത്ത് വന്ന് എന്നെ തൊട്ടു വിളിച്ചു. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കുട്ടി എന്നെ ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ഞാൻ കയ്യിലുണ്ടായിരുന്ന ചന്ദനം ആ കുട്ടിക്ക് ഇട്ടുകൊടുത്തു. സ്നേഹപൂർവ്വം കുട്ടിയുടെ കവിളിൽ ഒന്ന് തട്ടി. അപ്പോഴേക്കും തൻ്റെ ഭർത്താവ് വന്നു. ഞാൻ കൂടെ പോയി. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭർത്താവിനോട് വെറുതെ പറഞ്ഞു, ഒരു പക്ഷേ കൃഷ്ണനായിരിക്കും എൻ്റെ അടുത്ത് വന്നത് എന്ന്. പിറ്റേന്ന് ഒരു പരിചയമുള്ള വ്യക്തി എന്നോട് പറഞ്ഞു, കൃഷ്ണൻ പല രൂപത്തിൽ നിങ്ങളെ തേടി വരും. ഒരുപക്ഷെ ഇന്നലെ ഒരു കുട്ടിയുടെ രൂപത്തിൽ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കാം. എനിക്ക് അത് കേട്ടപ്പോൾ കരച്ചിലടക്കാനായില്ല. ഭഗവാനെ എന്ന് വിളിച്ച് ഞാൻ ഉറക്കെ കരഞ്ഞു. എന്നെ തേടിയും എൻ്റെ ഭഗവാൻ വന്നുവല്ലോ എന്നോർത്ത് എനിക്ക് സങ്കടം അടക്കാൻ പറ്റിയില്ല. ഹരേ കൃഷ്ണ. കൃഷ്ണാനുഭവം ഇഷ്ടപ്പെട്ടോ? എന്തു തന്നെയായാലും പല പല അനുഭവങ്ങളാണ് ഭഗവാൻ ഭക്തർക്ക് കൊടുക്കുന്നതല്ലേ. എല്ലാവരും പ്രാർത്ഥിക്കുക. നല്ല തെളിഞ്ഞ മനസ്സോടെ ഇരുന്ന് കഴിഞ്ഞാൽ അനുഭവങ്ങൾ എല്ലാവരെയും തേടിയെത്തും. ഹരേ കൃഷ്ണ. കൃഷ്ണ വിഗ്രഹം വേണ്ടവർക്ക് വാങ്ങാം. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ടേ.